ഓട്ടം 11,500 കിലോമീറ്റർ. വളരെ കുറവാണല്ലോ. 21 മോഡൽ 11,500 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ? ഒരു ക്ലെയിമും ഇല്ല. ഈ ഗിയറിനും എഞ്ചിനൊക്കെ വേണമെങ്കിൽ നമുക്ക് വാറണ്ടി 6 മന്ത് കൊടുക്കാം അല്ലേ? എഞ്ചിൻ ഗിയർ ബോക്സ് വാറണ്ടി അല്ല? ഓക്കെ. ബാക്കി എടുത്തിട്ട് ഒരാഴ്ച ഓടിയതിന് ശേഷം അങ്ങനെ എന്തെങ്കിലും, അതായത് റിട്ടേൺ അങ്ങനെ എന്തുണ്ടെങ്കിലും നമുക്ക് ശരിയാക്കി കൊടുക്കാം. അതിന് എഞ്ചിൻ കംപ്ലൈൻ്റ് ആയാൽ പോലും ഞാൻ ശരിയാക്കി കൊടുക്കും. അങ്ങനത്തെ ഒരു വണ്ടി ഞാൻ ഇപ്പോൾ ഏകദേശം നമ്മൾ കുറേ കാലമായി കച്ചവടം ചെയ്യുന്നു, അവരങ്ങനെ വന്നിട്ടില്ല. എത്ര മൈലേജ് കിട്ടുന്നുണ്ട് IMT? ഒരു 14, സിറ്റിയിൽ ഹൈവേയിലൊരു 17-18 അടുത്ത് കിട്ടുന്നുണ്ട്. അതെന്താ വെച്ചാൽ ഇതിന്റെ ഓണറോട് ഞാൻ ചോദിച്ചു എത്ര മൈലേജ് കിട്ടും, നമുക്ക് ഒരാൾ ബയർ വരുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഇങ്ങനെ വീഡിയോയിൽ കാണിച്ചു തന്നെ, അവർ വണ്ടി സിറ്റിയിൽ ഓടുന്ന ഒരു കിലോമീറ്ററും ഹൈവേയിൽ ഓടുന്നതും 18-19 ഈ വണ്ടിയിൽ കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇതാ നിങ്ങളെ ഇന്ന് പുതിയൊരു ഷോറൂം പരിചയപ്പെടുത്താണ്. പക്ഷേ ഇത് ഷോറൂമായിട്ട് പരിചയപ്പെടുത്തുന്നതേ ഉള്ളൂ. ആളെ മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. സജീദ് കാ സ്വാഗതം. SS ഡ്രൈവ് മാങ്കാവാണ്, കോഴിക്കോട് മാങ്കാവിലാണ് ലൊക്കേഷൻ വരുന്നത്. ആള് ഫ്രീലാൻസ് ആയിട്ട് മുന്നേ ചെയ്തുകൊണ്ടിരുന്നതാണ്. നമ്മൾ ഫറൂഖ് ഭാഗത്ത് കരുവത്തുരുത്തി വെച്ചല്ലേ വീഡിയോ ചെയ്തിരുന്നു മുന്നേ. അപ്പോൾ എന്താ ഇങ്ങനെ ഷോറൂമിലേക്ക് എത്താൻ? ഒന്നുമില്ല, വണ്ടികൾ കൂടുതലുണ്ട്. പിന്നെ ഷോറൂമായിട്ട് കുറെ കാലം മുന്നേ തുടങ്ങേണ്ടതായിരുന്നു. അത് ശരി, ലേറ്റ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടന്ന് ഇനിയിപ്പോൾ ഏതായാലും മൊത്തമായിട്ട് അങ്ങോട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി. ആയിക്കോട്ടെ. എന്തായാലും പുള്ളി ഇത്രയും നാൾ വീട്ടിൽ നിന്ന് വെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? വണ്ടികൾ ഓൾമോസ്റ്റ് കുറേ വണ്ടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടികളോട് സ്റ്റോക്കിലുള്ള വണ്ടിയായിരുന്നു, ഷോറൂമായിട്ടില്ലായിരുന്നു. ഓക്കെ, അങ്ങനെ ഷോറൂം തുടങ്ങി. എന്തായാലും SS ഡ്രൈവ് ആണ്. മാങ്കാവ് ഗ്രാൻഡ് ബേക്കറിന് നേരെ ഓപ്പോസിറ്റ് ആണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ സജീദ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഷോറൂം തുടങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്, അതായത് വില കൂടുമോ, റിലാക്സ് ആയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ വിലമാതിൽ കൊടുക്കാമല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇപ്രാവശ്യത്തെ സ്റ്റോക്കിൽ കാണിക്കാൻ പോകുന്നത്? എങ്ങനെയാണ് വിലകളൊക്കെ? അങ്ങനെ ഒന്നുമില്ല, എല്ലാ കാറ്റഗറിയിൽപ്പെട്ട വണ്ടികൾ എൻ്റെ അടുത്തുണ്ട്. ഒരു 2 lakhs തൊട്ട് ഒരു 40 lakh വരെയുള്ള വണ്ടികൾ ഇപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ. പിന്നെ എല്ലാവർക്കും കൊടുക്കാവുന്ന വണ്ടികൾ 2 ലക്ഷം ആണെങ്കിലും 10 ആണെങ്കിലും 15 ആണെങ്കിലും പ്രീമിയം BM ഉണ്ട്, അത് തൊട്ട് ടിയാഗോ വരെയുള്ള വണ്ടികൾ ഇപ്പോൾ നിലവിൽ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, എല്ലാ കാറ്റഗറിയിൽപ്പെട്ട എല്ലാവർക്കും വേണ്ടി വണ്ടികളുണ്ട്. എന്തായാലും വീഡിയോ കാണുന്നവർക്ക് സങ്കടമില്ലല്ലോ? ഒരിക്കലും ഇല്ല, അങ്ങനത്തെ വില കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും വിട്ടുവരുത്. ബാക്കി ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടികൾ കാണാം അല്ലേ? ഓക്കെ. ആദ്യ വാഹനം നമുക്കൊരു ക്രിസ്റ്റയിൽ അങ്ങ് തുടങ്ങാം. KL 65 രജിസ്ട്രേഷൻ, തിരൂരങ്ങാടി രജിസ്ട്രേഷൻ വരുന്ന ക്രിസ്റ്റയാണ് അല്ലേ? അതെ, കേരള വണ്ടിയാണല്ലോ? ഒറിജിനൽ കേരള വണ്ടി. ചെയ്യുന്നുണ്ടോ? ഇല്ല, ചെയ്യുന്നില്ല. ഓക്കെ. ഒറിജിനൽ കേരള ക്രിസ്റ്റ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2019 മോഡല്, V മാനുവൽ. ഓക്കെ. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ് V. ഓക്കെ, മാനുവൽ. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പാണ്. 74,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. 19 മോഡലാണ്. അതെ, 4 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഫുൾ ഷോറൂം സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒരു ക്ലെയിമും ഇല്ല, സീറോ ക്ലെയിമാണ്. ഓക്കെ. ഫുൾ കമ്പനി സർവീസ് റീസെന്റ് സർവീസ് ചെയ്തിട്ടുള്ളൂ. എടുത്തതിന് ശേഷം ഞാനാണ് ചെയ്തത്. 73 സർവീസ് ചെയ്തിട്ടുണ്ട് അമാനാട്ടോയിട്ട്. ഇനിയിപ്പോൾ 10,000 കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ഇൻഷുറൻസും ഒരു 1 month ആയിട്ടുള്ളൂ. ഇൻഷുറൻസ് പുതിയത് എടുത്തിട്ട് ഫുൾ കവർ ഇൻഷുറൻസ്. ഓക്കെ. അപ്പോൾ നല്ലൊരു അടിപൊളി ക്രിസ്റ്റ കേരള വണ്ടി. V ഓപ്ഷനാണ്, ടോപ്പിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. എത്രയാണ് ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ വെച്ചത്? ഇത് 20,40. 20,40,000 ചോദ്യമല്ലേ? പ്രൈസ് ആസ്കിങ് നോക്കണ്ട, നമുക്ക് നേരിട്ട് വന്ന് സംസാരിച്ച് ചെയ്ത് കൊടുക്കാം. ക്ലിയർ ചെയ്യാല്ലേ, എല്ലാ ഒരു രീതി ഉണ്ടാവില്ല. അതെ, തീർച്ചയായും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഇപ്പം പറഞ്ഞ 20,40,000 20,40,000 രൂപ. ചോദ്യം 2019 V ഓപ്ഷൻ, 73,000 കിലോമീറ്റർ ഓടിയ ഇന്നോവ ക്രിസ്റ്റയാണ്. അപ്പോൾ ഒറിജിനൽ കേരള വണ്ടി, മാനുവൽ വാഹനം. ഓക്കെ. ലോൺ എത്ര കയറും? എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരു 16 ലക്ഷം 17 ലക്ഷം എന്തായാലും കയറും. 17 വരെ അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ. കേരള വണ്ടിയാണ്. അടുത്ത വണ്ടിയിലോട്ട് പോകും. അടുത്തത് ഒരു കിഡിലൻ ഡാർക്ക് എഡിഷൻ ടാറ്റ ഹാരിയർ ആണ്. ഏതാ രജിസ്ട്രേഷൻ? ഇത് KL 57 കൊടുവള്ളി, കോഴിക്കോട് ജില്ല തന്നെയാണ്. കൊടുവള്ളി രജിസ്ട്രേഷൻ. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2023 മോഡൽ, ഡീസൽ ഓട്ടോമാറ്റിക് ഡാർക്ക് എഡിഷനിൽ XZA+. ഏറ്റവും ടോപ്പ് ഓട്ടോമാറ്റിക് 2023 മോഡലാണ്. എത്ര വരെ വാറണ്ടി ഉണ്ട്?
ഇങ്ങനെ വാറണ്ടി എത്ര വരെ ഉണ്ട് കമ്പനി വാറണ്ടി 2028 വരെ അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി ഉണ്ട്. അൺലിമിറ്റഡ് കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ അത്രയും വാറണ്ടി 28 വരെ കിട്ടുന്നുള്ള ഒരു വാഹനമാണ്. അഡീഷണൽ എടുത്താന്ന് തോന്നുന്നു കസ്റ്റമർ? അതെ, എടുത്തതാണ്. 360 ക്യാമറ കാര്യങ്ങളൊക്കെ ഷോറൂമിൽ തന്നെ ചെയ്തിട്ടുണ്ട്. 360 ഉണ്ട്. ഓക്കെ, ഡാർക്ക് എഡിഷൻ കാരിയർ, ഒരു 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള വാഹനം അല്ലേ? ഓക്കെ, ഡീസൽ ഓട്ടോമാറ്റിക് അല്ല? ഡീസൽ ഓട്ടോമാറ്റിക്, സിംഗിൾ ഓണറിൽ വരുന്നത്. സിംഗിൾ ഓണർ. ഓക്കെ, ഹാരിയറിന്റെ പൊതുവെ മൈലേജ് എങ്ങനെ ഓട്ടോമാറ്റിക്കല്? മൈലേജ് ഒരു 13 കിട്ടും. 13, 12, 13 റേഞ്ച്. പിന്നെ ഹൈവേയിലാണ് കൂടുതൽ, അറിയാലോ, ഒരു 16 അതൊക്കെ കിട്ടും. ഓക്കെ, അവർ കൂട്ടി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സിറ്റിയിലാണ് മെയിനായിട്ട്. അതെ, സിറ്റിയാണ് മെയിനായിട്ട് പറയേണ്ടത്. ഓക്കെ, എന്തായാലും നല്ലൊരു ഡാർക്ക് എഡിഷൻ. ഇത് പുതിയ വരുന്നതിന് എത്ര ഉണ്ട് ഏകദേശം? എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 31 ലക്ഷത്തിൻ്റെ അടുത്ത്. 31 ലക്ഷം വില വരുന്ന വണ്ടിയാണ്. 2023 മോഡലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അന്ന് ഇറങ്ങുമ്പോൾ ഇത് ഏകദേശം എത്ര ഉണ്ടാവും? എനിക്ക് തോന്നുന്ന ഒരു 29 ആ റേഞ്ചിൽ അന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ എത്രയാണ് ചോദിക്കുന്നതിന്? ഇതിപ്പം ചോദിക്കുന്ന വില 19,80. 19,80,000 രൂപയ്ക്ക്, അതായത് അന്ന് 29 അടുത്ത് ഏകദേശം വില വരുന്ന വാഹനമാണ്. ഇപ്പോൾ 19,80 നിങ്ങൾക്ക് ഈ ഒരു വാഹനം ആസ്കിംഗ് ആണ്. കുറച്ച് കൊടുക്കുകയും ചെയ്യും തീർച്ചയായിട്ടും. ഓക്കെ, 2023 XZA+ ഏറ്റവും ടോപ്പിൻ്റെ ഓട്ടോമാറ്റിക് ഡീസൽ വാഹനം. ഓക്കെ, കിലോമീറ്റർ 50,000 കിലോമീറ്റർ. പ്രോപ്പർ സർവീസാ? പ്രോപ്പർ സർവീസാ? കറക്റ്റ് ഷോറൂം സർവീസുള്ള വണ്ടി പോയതാണ്. ടയർ ഏകദേശം ഒരു 90% ടയറും ഉണ്ട്. ഇൻഷുറൻസും ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസും ഉണ്ട്. ഒന്നും ചെയ്യാനില്ലല്ലേ? വാറണ്ടിക്ക് ചെയ്യില്ല. ഓക്കെ, നല്ല ക്ലീൻ വണ്ടി. ഓക്കെ, അടുത്ത വണ്ടി കേട്ടോ. അടുത്ത വാഹനം എന്താ? Volkswagen Tiguan. ടൈഗൂണിൻ്റെ ഒരു ഐക്കോണിക് കളറാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2021 മോഡലാണ്. ടോപ്പ് ലൈനാണ്. ഓക്കെ, പെട്രോൾ ഓട്ടോമാറ്റിക്. 1 ലിറ്റർ. 1 ലിറ്ററിൽ ഇതല്ലേ ഫുൾ ഓപ്ഷൻ? അതെ, ഫുൾ ഓപ്ഷൻ. 1 ലിറ്റർ ഇതാണ് ഫുൾ ഓപ്ഷൻ. ഓക്കെ, KL 1 രജിസ്ട്രേഷൻ ആണ് അല്ലേ? അതെ. ഓക്കെ, മാനുവൽ അല്ലേ? അല്ല, ഓട്ടോമാറ്റിക് ആണ്. AT ഗിയർ ബോക്സ് ആണ് ഇതിൽ വരിക. മറ്റേതിലാണ് DSC വരുന്നത് അല്ലേ? 1.5. ഓട്ടം എത്ര? 5100 കിലോമീറ്റർ. 5100 മാത്രം? അതെ, ഫുൾ കമ്പനി സർവീസ് എല്ലാം ഉണ്ട്. കമ്പനി സർവീസുള്ള വണ്ടിയാണ്. വളരെ കുറവാണല്ലോ ഓട്ടം. അല്ല, അത് അവർക്ക് പുറത്തുള്ള ആൾക്കാരാണ് അങ്ങനെ. അത് ശരി, അങ്ങനെയാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് 12,90. ടോപ്പ് ലൈൻ അല്ലേ? 2021 12,90 നിങ്ങൾക്ക് ഈ ഒരു ഓട്ടോമാറ്റിക് Volkswagen Tiguan 1 ലിറ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൺറൂഫ്. വെറും 5100 കിലോമീറ്റർ. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ പുതിയൊരു ഇത് നോക്കുന്നുണ്ടെങ്കിൽ, Tiguan നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റും അല്ലേ? ഇപ്പോഴത്തെ ടോപ്പ് ലൈനായിട്ട് വലിയ മാറ്റം ഉണ്ടോ? ഏത് പുതിയ ടോപ്പ് ലൈൻ ഇതുവരെ മാറ്റമൊന്നുമില്ലല്ലോ? സെയിം തന്നെ. വെറും 5100 കിലോമീറ്റർ ഓടിയ വണ്ടി. മാക്സിമം ലോൺ വരും ഇതിൽ? കിട്ടും. 20 ലക്ഷത്തിൻ്റെ മുകളിൽ വിലയുള്ള വണ്ടിയല്ലേ? ഏകദേശം എത്ര കിട്ടാൻ ചാൻസ് ഉണ്ട്? എനിക്ക് തോന്നുന്നു ഫുൾ തന്നെ കിട്ടും. ഫുൾ തന്നെ കിട്ടും. ഓക്കെ, ആവശ്യക്കാരനുസരിച്ച്. പിന്നെ ആവശ്യമുള്ളത് ഇട്ടാൽ മതി. വെറുതെ ഫുള്ള് കൂടും. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ടോ. അടുത്തത് ഹോണ്ട ജാസ്. ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെന്റ് ആണ്. നല്ലൊരു നീറ്റ് ജാസ് അല്ലേ? എവിടെ രജിസ്ട്രേഷൻ വരുന്നത്? 11 കോഴിക്കോട് വണ്ടി തന്നെ. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2017 മോഡല്. വി ഓട്ടോമാറ്റിക് പെട്രോൾ. 17 അന്നത്തെ ഫുള്ളല്ലേ? ഫുള്ള്. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ്. CVT ഗിയർ ബോക്സ് ആണ് വരിക. എല്ലാം കൊണ്ടും നീറ്റാണല്ലോ. ഇന്റീരിയർ വൈസും എല്ലാം കൊണ്ടും സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിയാണ്. നല്ല നീറ്റാണ്. ഡാഷ്ബോർഡ് ആണെങ്കിലും എല്ലാം അത്രയും ക്ലീനിൽ കൊണ്ടുവരുന്നത്. ഓട്ടോ എത്ര പോയി? ഇത് 70,000 കിലോമീറ്റർ. 70,000. 17 മോഡലാണ്. ആ ഒരു നോർമൽ ഓട്ടം തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. ഒരു ക്ലെയിമും ഇല്ലല്ലോ? ഒരു ക്ലെയിമും ഇല്ല. ഓക്കെ, നല്ല അടിപൊളി ടയേഴ്സും ഉണ്ട്. ഒരു നീറ്റ് വണ്ടി. ഓക്കെ, ഓട്ടോമാറ്റിക് ജാസാണ്. മൈലേജ് എനിക്ക് തോന്നുന്നു ഒരു 11-12 ഒക്കെ ടൗണിൽ കിട്ടുള്ളൂ. ഹൈവേയിൽ ഒരു 15 ആ റേഞ്ച് മാക്സിമം. ഓക്കെ, എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് 6,10. 6,10,000 രൂപ അല്ലേ? 17 വി ഓപ്ഷൻ ജാസ്. അന്നത്തെ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ജാസ് ആണ്. 6,10 ചോദ്യം. സിംഗിൾ ഓണർഷിപ്പ്. നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. 71 അല്ല? 71,000 കിലോമീറ്റർ. സർവീസ് ഒക്കെ പ്രോപ്പർ ആണ് ഇതിൻ്റെ? കറക്റ്റ് ഷോറൂം സർവീസ് ഉള്ള വണ്ടി. എല്ലാം പോയിട്ടുണ്ട്. എല്ലാം ഹോണ്ട തന്നെ സർവീസ് ചെയ്തത്. 6,10 പ്രൈസ് പറഞ്ഞല്ലോ, ആസ്കിങ് ആണ് എല്ലാത്തിനും. കുറച്ച് പറഞ്ഞാലും കുഴപ്പമാണ്. എന്താ വെച്ചാൽ വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് കുറച്ചെന്ന് പറയും. അപ്പോൾ നമുക്ക് കുറച്ച് പ്രൈസ് നമ്മളിത് പറയാം. ബാക്കി ഒരു ബയർ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക്
മാക്സിമം ചെയ്തു കൊടുക്കും ചെയ്ത് കൊടുക്കും എന്തായാലും. ഓക്കെ, നമ്മളെ ഷോറൂമായിട്ട് ആദ്യമായിട്ട് കാണിക്കുകയാണ്. ഒരിക്കലില്ല ഷോറൂം തുറന്നെന്ന് വിചാരിച്ചിക്കാണ്ട് റേറ്റ് കൂടുന്നുള്ളത് വേണ്ട. നമ്മൾ പറയാനുള്ളത് നമ്മൾ ഒരു ബിസിനസ് അല്ലേ, നമ്മളെ കാര്യങ്ങൾ നമ്മൾ പറയും. പക്ഷേ നമുക്കൊരു കസ്റ്റമർ വരുമ്പോൾ നമുക്ക് ഇതുപോലെ തിരിച്ച് പറഞ്ഞേക്കാനൊരു ഇതുണ്ടാവില്ലല്ലോ. അപ്പം മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യുന്ന രീതിക്ക് നമുക്ക് ചെറിയൊരു പ്രോഫിറ്റ് ഇട്ടുകൊണ്ട് മാക്സിമം നമുക്ക് കൊടുക്കാം. ഓക്കെ, അതേപോലെ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ മാങ്കാവ് ഗ്രാൻഡ് ബേക്കറി എന്നാണ് പറഞ്ഞത്. മാങ്കാവ് ടൗണിൽ വേറൊരു ഗ്രാൻഡ് ബേക്കറി ഉണ്ട്. ഇത് മാങ്കാവ് തിരുവണ്ണൂരാണ്. തിരുവണ്ണൂർ ഗ്രാൻഡ് ബേക്കറിൻ്റെ ഓപ്പോസിറ്റാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ടോ അല്ലേ. ഇതാ വീണ്ടും ഒരു പ്രീമിയം SUV വന്നിരിക്കുകയാണ്, ജീപ്പ് കോമ്പസ് അല്ലേ. എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ? ഇത് 2017 മോഡലാണ്, 18 രജിസ്ട്രേഷന്. ഓക്കെ, 66,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏത് ഓപ്ഷൻ? ലോഞ്ചിറ്റ്യൂഡ് ഡീസൽ മാനുവൽ. ലോഞ്ചിറ്റ്യൂഡ് ഡീസൽ മാനുവൽ 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന വാഹനമാണ്. നമ്മൾ നേരത്തെ കണ്ട ഹാരിയറിൻ്റെ ആ ഒരു കാറ്റഗറിയാണ് അല്ലേ. ഓക്കെ, കമ്പനി പ്രോപ്പർ സർവീസ് പോയതാ? കറക്റ്റ് സർവീസാണ്. ഞാനിപ്പോൾ എടുത്തതിന് ശേഷം ഞാൻ ഷോറൂമിൽ കൊണ്ടുപോയി സർവീസ് ചെയ്തിട്ട് കയറ്റിയതാണ്. ഇപ്പോൾ ഷോറൂം എത്രയായി ആ സർവീസിനൊക്കെ എത്ര വന്നിട്ടുണ്ട്? ഞാനിപ്പം കൊടുത്തത് 15 സംതിങ് കൊടുത്തിട്ടുണ്ട്. 15 സംതിങ്. ജനറൽ സർവീസ് ആയിരുന്നു? സർവീസ് എല്ലാ കാര്യങ്ങളും മാറിയിട്ടുണ്ട്. അതിൽ എന്തൊക്കെ മാറാനുള്ളോ അതൊക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ, ജനറൽ സർവീസിന് തന്നെ അത്ര വരുന്നുണ്ട് ജീപ്പ് എന്ന് ചെയ്യുമ്പോൾ അല്ലേ. ഓക്കെ, അതുപോലെ നിങ്ങൾ ഈ വണ്ടി കൊടുക്കുമ്പോൾ ഇവിടുത്തെ വാറണ്ടി കാര്യങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും ഓഫർ ചെയ്യുന്നു? വാറണ്ടി നമുക്ക് ഗിയറിനും എഞ്ചിനൊക്കെ വേണമെങ്കിൽ നമുക്ക് വാറണ്ടി 6 മന്ത് കൊടുക്കാം അല്ലേ. എഞ്ചിൻ ഗിയർ ബോക്സ് വാറണ്ടി അല്ലേ. ഓക്കെ, ബാക്കി എടുത്തിട്ട് ഒരാഴ്ച ഓടിയതിന് ശേഷം അങ്ങനെ എന്തെങ്കിലും, അതായത് റിട്ടേൺ അങ്ങനെ എന്തുണ്ടെങ്കിലും നമുക്ക് ശരിയാക്കി കൊടുക്കാം. അതിന് എഞ്ചിൻ കംപ്ലൈൻ്റ് ആയാൽ പോലും ഞാൻ ശരിയാക്കി കൊടുക്കും. അങ്ങനത്തെ ഒരു വണ്ടി ഞാൻ ഇപ്പോൾ ഏകദേശം നമ്മൾ കുറേ കാലമായി കച്ചവടം ചെയ്യുന്നു, അവരങ്ങനെ വന്നിട്ടില്ല. ഞാൻ തന്നെ എടുക്കാൻ പോകുമ്പോൾ അത്ര ശ്രദ്ധിച്ചിട്ട് എടുക്കല്. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ അറിയാമല്ലോ എന്താ വെച്ചാൽ ഞാൻ ഇതിൽ വരാൻ കുറച്ചൊരു മടിയുള്ള ഒരാളാണ്. പിന്നെ ചീത്ത കേൾക്കാനും കുറച്ച് വെറുതെ കേൾക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ നമ്മളൊരു ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നിലെ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റയില്. ഞാനിപ്പോ ഈ തിരുവണ്ണൂർ ഇട്ടിട്ട് ഇവിടുത്തെ ആൾക്കാരെ വന്നിട്ട് എല്ലാ ദിവസവും ഒന്നും വാങ്ങില്ലല്ലോ. നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇതിൽ ചെയ്യാന്നുള്ളതിൽ. ഓക്കെ, അപ്പോൾ 17 മോഡൽ 18 രജിസ്ട്രേഷൻ അല്ലേ പറഞ്ഞത്? ലോഞ്ചിറ്റ്യൂഡ്. ഓക്കെ, എത്രയായി ഇപ്പോൾ ഇതിന് ആസ്കിങ് 9,80,000 രൂപ. 9,80,000. 9,80,000 17 മോഡൽ 18 രജിസ്ട്രേഷൻ ലോഞ്ചിറ്റ്യൂഡ് 68,000 കിലോമീറ്റർ. ഇപ്പോൾ സർവീസ് ചെയ്ത് കണ്ട് ഞാൻ നേരെ ഷോറൂമിൽ വെച്ച വണ്ടിയാണ്. ഓക്കെ, ഡീസൽ മാനുവൽ ജീപ്പ് കോമ്പസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. മേജർ ക്ലെയിം അങ്ങനത്തെ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ലോൺ എത്ര കയറുമില്ല? എനിക്ക് തോന്നുന്നത് 9 ലക്ഷത്തിൻ്റെ അടുത്ത് തന്നെ കിട്ടും ഏകദേശം അല്ലേ. ചെറിയൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറക്കാം. ഒരു വെന്യൂ സോണറ്റ് അതൊക്കെ പുതിയ മോഡൽ നോക്കുമ്പം ആ പൈസക്ക് നിങ്ങൾക്ക് ഒരു ജീപ്പ് കോമ്പസ് കൊണ്ടുപോകാം അല്ലേ. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ടോ. അടുത്ത ടാറ്റ നെക്സോൺ ആണ്. നമ്മൾ നേരത്തെ ഹരിയർ കണ്ടിരുന്നു, എൻ്റെ അനിയൻ അല്ലേ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2022 മോഡലാണ്. സിംഗിൾ ഓണർ. ഓക്കെ, 26,000 കിലോമീറ്റർ. ലോക്കൽ ഓണർ അല്ലേ. 22 മോഡൽ. പിന്നെ വേരിയൻ്റ് വരുന്നത് XMS. സൺറൂഫ് വരുന്ന എക്സം ആണ് ഓപ്ഷൻ. അതിൽ സൺറൂഫ് ഉണ്ട്. അതെ, സൺറൂഫ്. ഓക്കെ, പെട്രോൾ മാനുവൽ. ഓക്കെ, 2022 മോഡൽ. സീറ്റ് കവറൊക്കെ അഡീഷണൽ നല്ല അടിപൊളി കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി സാധനം തന്നെ. ഓട്ടം ഫുള്ള് കമ്പനി സർവീസ് ആണ്. ഷോറൂം സർവീസുള്ള വണ്ടിയാണ്. ഫുൾ ഉണ്ട് അല്ലേ. ഓക്കെ, പെട്രോൾ വാറണ്ടി ഉണ്ട്. ഇനി ഒരു 2 മന്ത് ആയിട്ട് ഉണ്ടാവും ചിലപ്പോൾ. വാറണ്ടി ഉണ്ട്. നമുക്ക് അഡീഷണൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അത് ശരി, കമ്പനി തന്നെ ചെയ്യാൻ പറ്റും. 2 വർഷം കൂടി ചെയ്യാം. ഓക്കെ, വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, 0 ക്ലെയിമാണ്. നല്ല വണ്ടിയല്ല. നല്ല വണ്ടി. പെട്രോൾ ലെക്സോൺ ആണ്. മൈലേജ് ഒരു 12 to 15 അത്ര. അതിൻ്റെ ഇടയിൽ കുറച്ചുകൂടി കിട്ടുമോ? 14 കിട്ടൂലേ? 15 പറഞ്ഞേ. 12 to 15 പറഞ്ഞേ. ഓക്കെ, അത്രേ ഉള്ളൂ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? 7,900. 7,900. 2022 XMS ആണ്. സൺറൂഫ്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ബേസിക് ഫീച്ചേഴ്സും ഉണ്ടാവും. മിറർ അഡ്ജസ്റ്റ്മെന്റ് അടക്കം വരും അല്ലേ? അതെ. ഓക്കെ, ലോൺ എത്ര കയറും ഇതിൽ? ലോൺ എനിക്ക് തോന്നുന്നത് ഒരു 6 ലാഖിൻ്റെ അടുത്തൊക്കെ കിട്ടും. 6 ലക്ഷം വരെ ലോൺ കിട്ടും. ഓക്കെ, ചിലപ്പോൾ പ്രൊഫൈൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതിനും കൂടുതൽ കിട്ടും. ഓട്ടോമാറ്റിക് അല്ല പറഞ്ഞേ? മാനുവൽ. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. കിയ സെൽട്ടോസ് ആണ്. KL7 എറണാകുളം രജിസ്ട്രേഷൻ വാഹനം അല്ലേ. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2021 മോഡലാണ്. ഓക്കെ, 49,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണറിൽ. ഡീസൽ ഓട്ടോമാറ്റിക് GT ലൈന്. അതെ. ഓക്കെ, 2021 മോഡലാണ്. ഡീസൽ ഓട്ടോമാറ്റിക്കലി ഇതിന് മൈലേജ് എത്ര കിട്ടുന്നുണ്ട്? സിറ്റിയിൽ എന്തായാലും ഒരു 14-15 ആ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഹൈവേയിൽ 18-19 ആ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. കിട്ടൂല? ഓട്ടോമാറ്റിക് തന്നെ കിട്ടൂല? അതെ. ചില ഇത്
ഞാൻ കൊണ്ടുവരുന്ന വണ്ടി തന്നെയാണ്. അത് ശരി, നിങ്ങൾ അത് ശരി, അങ്ങനെ ഓണർഷിപ്പ് സെക്കൻഡ് ഞാനാണ്. അത് ശരി, സെക്കൻഡ് ഓണർ ഞാനല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. മൂപ്പര വണ്ടി തന്നെയാണ്, വേറൊന്നും അന്വേഷിക്കാനില്ല കൂടുതലപ്പോൾ. GT ലൈൻ, സീറ്റ് വെന്റിലേഷൻ, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു വാഹനമാണ്. ഡീസൽ ഓട്ടോമാറ്റിക്, 2021, 49,000 കിലോമീറ്റർ ഓടിയ സെൽട്ടോസ്. അതെ. സർവീസ് പ്രോപ്പറാണോ? ഫുൾ ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. പിന്നെ റീസെൻ്റ്ലി ഇപ്പോൾ ഞാൻ 4 ടയറും മാറിയിട്ടുണ്ട്. ഏകദേശം ഒരു 100 കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവുള്ളൂ. അത് ശരി. 2 ഇയർ വാറണ്ടിയും 5 ഇയർ സർവീസ് എപ്പോൾ കഴിഞ്ഞ? സർവീസ് ഇപ്പോൾ 49 ചെയ്തിട്ടുണ്ട്. ഇനി 10,000 കിലോമീറ്റർ സർവീസ് ചെയ്യാനുള്ളൂ. മീൻസ് ഓടി കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാർട്ടിക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, എടുക്കുക ഓടിക്കുക. ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉണ്ട്. ഞാൻ സെറാമിക് ചെയ്തിട്ടുണ്ട്. സെറാമിക് നാനോ കോട്ടിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ 26 നവംബർ വരെ വാറണ്ടി ഉണ്ട്, ഷോറൂം വാറണ്ടി ഉണ്ട്. അണ്ടർ വാറണ്ടി. പിന്നെ ഓൾമോസ്റ്റ് ഞാൻ ഒരു 1 ലാഖിൻ്റെ അടുത്ത് എക്സസറീസ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് മൊത്തവും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ, ഫുൾ സ്കേർട്ടിങ്, ഏകദേശം ഒരു ഡിസൈനിങ് ആയിട്ട് ഇതൊക്കെ എല്ലാം ഫുള്ളായിട്ട് ചെയ്തതാണ്. ഓക്കെ. അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഞാനിത് ആസ്കിങ് ചെയ്യുന്നത് 17,900 ഓക്കെ. 17,90,000, 21 GT ലൈൻ ഓട്ടോമാറ്റിക് ഡീസൽ, 49,000 കിലോമീറ്റർ ഓടിയ സെൽട്ടോസ്. ഒരു 16 ലക്ഷമൊക്കെ ലോൺ കിട്ടും, എന്തായാലും കിട്ടും. ഓക്കെ. അങ്ങനെ ഒരു ചെറിയ വാഹനം വന്നിരിക്കുകയാണ്, ടാറ്റയുടെ തന്നെ ടിയാഗോ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2021 മോഡലാണ്. XT ടോപ്പിൻ്റെ തൊട്ട് താഴെ വരുന്ന, താഴേക്ക് താഴെ XZ പ്ലസ്, XZ XT മിഡിലായിട്ട്. ഓക്കെ. അലോയ്സോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല? ഇല്ല. ബാക്കി ഓൾമോസ്റ്റ് ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ. ഓട്ടം 11,500 കിലോമീറ്റർ, വളരെ കുറവാണല്ലോ. 21 മോഡൽ, 11,500. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ? ഒരു ക്ലെയിമും ഇല്ല, 0 ക്ലെയിം. വളരെ ലോ കിലോമീറ്റർ ഓടിയ ഒരു ടിയാഗോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇതും 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയൊരു വാഹനമാണ്. മൈലേജ് ഉണ്ടാവും അത്യാവശ്യം, ഒരു 13 to 17 വരെയൊക്കെ ഏകദേശം മൈലേജ് കിട്ടും അല്ലേ? ഓക്കെ. നല്ല മൈലേജ് ഉള്ളൊരു വണ്ടിയാണ്. എത്ര ഇപ്പോൾ ഇതിന്? 4,900. 4,90,000 രൂപയ്ക്ക് 2021 11,500 കിലോമീറ്റർ പെട്രോൾ മാനുവൽ ടിയാഗോ XT ഓപ്ഷൻ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ. ഫുൾ ലോൺ കയറും? ഫുൾ ലോൺ ഒരു 4 ലാഖ് ആ റേഞ്ചിലൊക്കെ കിട്ടാൻ മതിയോ? 4 ലക്ഷം. ഓക്കെ. എന്തായാലും നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ടല്ലോ. വേറെ വർക്കൊന്നും ഇല്ലല്ലോ വണ്ടിയിൽ? ഒരു കുഴപ്പമില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണ്. പീരിയോഡിക് സർവീസ് കറക്റ്റ് പോയിട്ടുണ്ട്. വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ ചെറുവണ്ടികൾ ഇനി വേറെ ഉണ്ടോ കയ്യിൽ സ്റ്റോക്ക്? ഇപ്പോൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ തന്നെ ഒരു 375 വണ്ടി ഉണ്ട്. 2017 മോഡൽ, 25,000 കിലോമീറ്റർ ഓടിയ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി. ഓക്കെ. പിന്നെ 2017 തന്നെ ഒരു 80,000 കിലോമീറ്റർ ഓടിയ വണ്ടി ഉണ്ട്, സിംഗിൾ ഓണർഷിപ്പ് ഉള്ള. അത് 3 ലക്ഷം രൂപ വണ്ടി. 17 ആകുന്നു. ഓക്കെ. ഏകദേശം ഒരു 3, 5, 6 ആ റേഞ്ചിൽ ഏകദേശം ഒരു 8 വണ്ടി. വേറെ ചെറുത്. പിന്നെ ജാസ് ഓട്ടോമാറ്റിക് വേറെ തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാണിച്ച കൂടാതെ വേറെ ജാസ് ഓട്ടോമാറ്റിക് ഉണ്ട്. നെക്സോൺ വേറെ 2 സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ. പിന്നെ ഷിഫ്റ്റ് ഉണ്ട് 2022 ZXi പ്ലസ് ഉണ്ട് 2 ലോ കിലോമീറ്റർ, 20-17 കിലോമീറ്റർ ഓടിയ വണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വിളിക്കാം. അല്ല, ഞാൻ എന്താ വെച്ചാൽ ഇതിലിപ്പോൾ നമുക്ക് കാണിക്കുന്നതിന് ഒരു പരിമിതി ഉണ്ടല്ലോ, എല്ലാവർക്കും ഇത് ഫുള്ളായിട്ട് കാണിക്കാൻ കഴിയില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു റേഞ്ചിലുള്ള എല്ലാ വണ്ടികളും എൻ്റെ അടുത്തുണ്ട്, കയ്യിലുണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് എൻ്റെ ഗോഡൗണിലുണ്ട്. മീൻസ് എല്ലാ രീതിക്കുള്ള 3 ലക്ഷത്തിൻ്റെ 4 ലക്ഷത്തിൻ്റെ ഓട്ടോമാറ്റിക് ഉണ്ട്. പിന്നെ നാനോ ഉണ്ട് ഓട്ടോമാറ്റിക്, 2016 മോഡൽ, 26,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. അതൊക്കെ എല്ലാ മീൻസ് 1.5 ലക്ഷം തൊട്ട് ഇപ്പോൾ കാണുന്ന BM 5 സീരീസ് ആണ്. 520 ആണ് ലക്ഷറി ലൈന്. ആ ടൈപ്പിലുള്ള വണ്ടികളുണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിലും വിളിച്ചോ, നമ്മളെ വീഡിയോയിൽ കൊടുത്ത നമ്പറിലേക്ക് വിളിച്ചോ. ഏത് വേണമെന്നെങ്കിലും ഉണ്ട്. അടുത്ത വണ്ടിയിലോട്ട്. അടുത്തത് ഹ്യുണ്ടായ് വെന്യൂ ആണ്. വേണുചേട്ടൻ എങ്ങനെയാണ് കാരണം എങ്ങനെയാണ് ഡീറ്റെയിൽ? 2021 മോഡലാണ്. SXO ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. IMT ആണ് പെട്രോൾ IMT, ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ, ക്ലച്ച് ഉണ്ടാവില്ല, ഗിയർ ഉണ്ട്, ഗിയർ മാറ്റി കളിക്കാം, സെമി ഓട്ടോമാറ്റിക് അങ്ങനെ പറയാൻ പറ്റും. ഓക്കെ. ഗിയർ മാറുന്നവർക്ക് ഗിയർ മാറ്റാം. ഇനി ഇനി ഓഫായി പോകുന്നവർക്ക് ധൈര്യമായിട്ട് ഓടിക്കുകയും ചെയ്യും. ഓഫായി പോകുന്ന പ്രശ്നമില്ല. ഓക്കെ. എത്ര ഓട്ടം പോയത് ഇത്? 27,000 കിലോമീറ്റർ.
21 മോഡൽ അല്ലേ? അതെ, 21. ലോ കിലോമീറ്റർ ആണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പാണ്. ക്ലെയിം എന്തെങ്കിലും ഇല്ല, മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ബമ്പറിന്റെ ഇവിടെ ഞാൻ എടുക്കുമ്പോൾ സ്ക്രാച്ചുകൾ ഉണ്ടായിരുന്നു, അത് ഞാൻ പെയിന്റ് ചെയ്തതാണ്. അങ്ങനെ മേജർ ആയിട്ടൊന്നുമില്ല. ഇത് മീൻസ് ബോണറ്റ്, ഗ്ലാസ് അങ്ങനത്തെ ഒന്നുമില്ല. കറക്റ്റ് ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ. വെന്യൂ വണ്ടി. എത്ര മൈലേജ് കിട്ടുന്നുണ്ട് IMT? IMT ഒരു 14, സിറ്റിയിൽ ഹൈവേയിൽ ഒരു 17-18 അടുത്ത് കിട്ടുന്നുണ്ട്. അതെന്താ വെച്ചാൽ ഇതിന്റെ ഓണറോട് ഞാൻ ചോദിച്ചു എത്ര മൈലേജ് കിട്ടും, നമുക്ക് ഒരാൾ ബയർ വരുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഇങ്ങനെ വീഡിയോയിൽ കാണിച്ചു തന്നെ, അവർ വണ്ടി സിറ്റിയിൽ ഓടുന്ന ഒരു കിലോമീറ്ററും ഹൈവേയിൽ ഓടുന്നതും 18-19 ഈ വണ്ടിയിൽ കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ വീഡിയോ ലൈവായിട്ട് കണ്ടതാണ്. നോക്കാം എന്തായാലും. IMT ആണ്, ഇത് ഓടിക്കേണ്ട പോലെ നോക്കി ഓടിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ കുറയും. അത്രേ ഉള്ളൂ. എന്തായാലും നോക്കാം. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെനിക്ക് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ട് പറഞ്ഞത്, വീഡിയോ കാണിച്ചു തന്നു. ഓക്കെ. പിന്നെ ഇതിന്റെ വേറൊരു ഓപ്ഷൻ കൂടി എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്, SX. അത് 2021 മോഡൽ തന്നെയാണ്. SX ആണല്ലേ? SX സെയിം മോഡൽ തന്നെ. അതും ഏകദേശം 26,000 സംതിങ് ഓടിയിട്ടുള്ളൂ. 21 മോഡൽ തന്നെയാണ്. അതിനെന്താ ചോദിക്കുന്നത്? അത് നമുക്ക് 8 രൂപ കൊടുക്കാം. അത് ആസ്കിംഗ് ആണ്. 8 ലക്ഷം ആസ്കിംഗ്. അപ്പൊ ഇതിനെത്ര? 21 മോഡൽ 8 ലക്ഷം രൂപ ആസ്കിംഗ്. ഇത് SX ഓപ്ഷനിലാണ്. 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരും. 2 എയർ ബാഗ് ആണ്, പുഷ് ബട്ടൺ വരുന്നുണ്ട്. മറ്റേ കീ ആണ്. ചെറിയൊരു വ്യത്യാസമുള്ളൂ. ലെവൽ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ. അത് 8 ലക്ഷത്തിനും ഇത് 8.5 ലക്ഷത്തിനും ഏറ്റവും ടോപ്പിന്റെ മോഡലാണ്. അതേതാ കളർ വരുന്നത്? സെയിം കളർ തന്നെ. സെയിം കളർ തന്നെ അല്ലേ? ഓക്കെ. അപ്പോൾ താല്പര്യം ഉണ്ടവരുടെ 2 സാധനം ഇവിടെ ഉണ്ട്. ഏതാ ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം. 2 പ്രൈസ് റേഞ്ച് ഉണ്ട് അല്ലേ? ഇതിന് 8.5 ലക്ഷം ചോദ്യം. ഓക്കെ. ലോൺ ഒരു 8 ലാക്സ് വരെ കിട്ടാൻ മതി. മാക്സിമം കിട്ടും അല്ലേ? മാക്സിമം കിട്ടും. എന്താ വെച്ചാൽ ഇത് 15 ലാക്സിൻ്റെ അടുത്ത് പ്രൈസ് വരുന്നുണ്ട്. 14-15 ആ റേഞ്ചിൽ വരുന്നുണ്ട് വണ്ടി. ഓക്കെ. ഓൺ റോഡ്. ഓക്കെ. അടുത്ത വാഹനം എന്താ? വിറ്റാര ബ്രസ KL 65 രജിസ്ട്രേഷൻ ആണ്, തിരുവനങ്ങാടി, മലപ്പുറം ജില്ല. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡലാണ്. ഓക്കെ. സിംഗിൾ ഓണർ, VXI ഓപ്ഷനിൽ, പെട്രോൾ മാനുവൽ. പെട്രോൾ മാനുവൽ VXI ഓപ്ഷനിൽ അല്ലേ? ഓപ്ഷനിലേക്ക് പോകുമ്പോൾ എന്താ വ്യത്യാസം വരുന്നത്? പുഷ് ബട്ടൺ വരുന്നുണ്ട്. പിന്നെ AC കാര്യങ്ങളൊക്കെ റിയർ AC മീൻസ് റിയർ AC അല്ല, ഓട്ടോ ക്ലൈമറ്റ് വരുന്നുണ്ട്. ഓക്കെ. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? വേറെ ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. 37,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടി. 37. അതെ. ഓക്കെ. നോർമൽ ഓട്ടോ ആണ്. സിംഗിൾ ഓണർഷിപ്പ്, ഒരു ക്ലെയിമും ഇല്ലാത്ത ഒരു പെട്രോൾ ബ്രസയാണ്. പെട്രോൾ ബ്രസ എന്ന് പറയുമ്പോൾ ഒരു 12-14 ആ റേഞ്ച് മൈലേജ് ഏകദേശം കണക്കാക്കി. 11 to 14. ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? എത്ര? ഇത് 7,60,000 രൂപ. 760 അല്ല? 2021 VXI ഓപ്ഷനിലാണ്. 760 ചോദ്യം. ഓക്കെ. ഒരു 6-6.5 ലോൺ കിട്ടും. 6.5 വരെ ലോൺ സൗകര്യം കിട്ടും. ഓക്കെ. വേറെ വർക്കും കാര്യമൊന്നും ചെയ്യാനില്ല. നിലവിൽ വർക്ക് കാര്യങ്ങളൊന്നുമില്ല. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിയാണ്, നീറ്റ് വണ്ടി. വലിയ ഓട്ടം പോയിട്ടില്ല. ഇല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടി കിലോമീറ്റർ വണ്ടി അധികം എടുക്കാം. സിംഗിൾ ഓണർഷിപ്പിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോ അല്ലേ? ഓക്കെ. അടുത്തത് ഒരു അടിപൊളി സെഡാൻ കാറ്റഗറി വാഹനമാണ് Volkswagen Virtus. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2022 മോഡലാണ്. ഓക്കെ. 23 രജിസ്ട്രേഷനാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന പെട്രോൾ മാനുവൽ. ഓക്കെ. ഏതാ ഓപ്ഷൻ? ഇത് ഹൈലൈൻ ഫുള്ളിൻ്റെ തൊട്ട് താഴെ, അതായത് മിഡിൽ ഓപ്ഷൻ ആയിട്ട് കംഫർട്ട് ലൈൻ, ഹൈലൈൻ, ടോപ്പ് ലൈൻ അങ്ങനെയാണ് വരുന്നത്. Volkswagenൽ 1 ലിറ്റർ റേഞ്ച് വരുന്ന വണ്ടി അല്ലേ? ഓക്കെ. മാനുവലാണ്. പെട്രോൾ മാനുവൽ വാഹനമാണ്. ഹൈലൈൻ. അലോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സൺറൂഫ് അങ്ങനത്തെ ഒന്നും വരില്ല. പിന്നെ എയർ ബാഗിൻ്റെ എണ്ണവും കുറച്ച്. ഓക്കെ. വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? 0 ക്ലെയിം ആണ്. ഇതിന്റെ വാറണ്ടി ഇപ്പോൾ എത്രയാണ്? 2027 വരെ. 27 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുകയാണല്ലേ? ഓക്കെ. ഓട്ടം 27,000 കിലോമീറ്റർ. 27,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ എത്ര കൊടുക്കുക ഇത്? ഇത് നമുക്ക് 10,90 കൊടുക്കാം. 10,90,000 രൂപയ്ക്ക് 2022 മോഡൽ 23 രജിസ്ട്രേഷൻ വരുന്ന Volkswagen Virtus നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ എത്ര കയറും? എനിക്ക് തോന്നുന്നത് ഒരു 9 ലാഖിൻ്റെ അടുത്ത് ലോൺ. 9 ലാഖിൻ്റെ അടുത്ത് ലോൺ കിട്ടും. വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? വേറെ ഒരു ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുൾ ഷോറൂം സർവീസുള്ള വണ്ടിയാണ്. അണ്ടർ വാറണ്ടി ഉള്ള വണ്ടിയാണ്. ഓക്കെ. അടുത്ത വണ്ടിയിലോട്ടോ. വീണ്ടും Volkswagen Taycan തന്നെ വന്നിരിക്കുകയാണ്. KL 56 കൊയിലാണ്ട് രജിസ്ട്രേഷൻ ആണ് അല്ലേ? കോഴിക്കോട് ഇല്ല. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2022 മോഡലാണ്. ഓക്കെ. 23 രജിസ്ട്രേഷന്. പിന്നെ ടോപ്പ് ലൈൻ വേരിയന്റ് പെട്രോൾ മാനുവലാണ്. ഏറ്റവും ടോപ്പ് എന്നാണ്? ഏറ്റവും ടോപ്പ് ഉണ്ട്. പെട്രോൾ മാനുവൽ. സീറ്റ് വെന്റിലേഷന്, AC മീൻസ് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ. 1 ലിറ്റർ റേഞ്ചിൽ തന്നെയാണ് വരിക? അതെ. അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ടോ മാനുവൽ? ഇതിന് മാനുവൽ അത്യാവശ്യം എന്തായാലും ഒരു 13-14 മൈലേജ് കിട്ടുന്നുണ്ട്. മൈലേജ് മീൻസ് സിറ്റിയിൽ കേട്ടോ, ഹൈവേയിൽ കൂടുതൽ കിട്ടും. ഓക്കെ.
അപ്പോൾ എത്രയായിപ്പോൾ ചോദിക്കുന്നത്? ഇത് 12,75,000 രൂപ. ഓട്ടോ എത്രയുണ്ട്? ഇതിന്റെ ഓട്ടം വരുന്നത് 28,000 കിലോമീറ്റർ. 28,000 മാത്രം. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. പിന്നെ അണ്ടർ വാറണ്ടി ഉണ്ട്, വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര വരുന്നുണ്ട് ഇപ്പോൾ? ഇനി ഒരു 2 വർഷം കൂടി വാറണ്ടി ഉണ്ട്. ഓക്കെ. ലോണൊരു ലെവലിലൊക്കെ കിട്ടുമോ? ഏകദേശം കിട്ടുമല്ലോ. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. നമ്മൾ ഇന്നത്തെ അവസാനത്തെ വാഹനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 2 ക്രെറ്റയാണ്, ഒന്ന് പഴയ ഷേപ്പുണ്ട്, ഒന്ന് പുതിയ ഷേപ്പുണ്ട്. നമുക്ക് ആദ്യം അതിൽ തുടങ്ങാം. ഇതെങ്ങനെ സഹിക്കുക കാര്യങ്ങൾ? ഇത് 2020 മോഡലാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് SX അല്ല, മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരും. SX ഓപ്ഷന്റെ ഏറ്റവും നേരത്തായുള്ള തൊട്ട് താഴെ. ഓക്കെ. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്. പിന്നെ 4 ടയർ പുത്തും പുതിയ 4 ടയർ ഉണ്ട്. എത്ര ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. 56,000 ഫുൾ ഷോറൂം സർവീസ്. എന്തായാലും എടുക്കുന്ന പാർട്ടിക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. ഇല്ല, വണ്ടി ക്ലീൻ വണ്ടിയാണ്. മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇതിന് ചോദിക്കുന്ന വില 11,40. 11,40. 2020 SX പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഓക്കെ, ഒരു 10 കിട്ടും. 10 കിലോമീറ്റർ കിട്ടൂല. ഓക്കെ, ഇനി അടുത്തതിലേക്ക് വരാം. പഴയ ഷേപ്പാണ്. നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട് അത്യാവശ്യം. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2018 മോഡലാണ്. S പ്ലസ് പെട്രോൾ ഓട്ടോമാറ്റിക് വരുന്ന വണ്ടി. ഇതും സെയിം തന്നെയാണ് അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് തന്നെയാണ്. ഓട്ടോ എത്രയാണ്? ഇത് 70,000 കിലോമീറ്റർ. ഓക്കെ. പിന്നെ ക്ലെയിം കാര്യമൊന്നും ആക്സിഡന്റ് സർവീസ് ഫുൾ ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ. എത്രയാണ് ചോദിക്കുന്നത്? ഇത് ചോദിക്കുന്ന വില 9,60,000 രൂപ. 9,60 അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പറഞ്ഞ പ്രൈസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നല്ലോ അല്ലേ? ഇതിൽ നമ്മൾ പറഞ്ഞ എല്ലാ പ്രൈസുകളും അഡ്ജസ്റ്റ് ലാസ്റ്റ് ചെയ്യാൻ പറ്റും. മാക്സിമം ചെയ്തു കൊടുക്കാം. എന്നെ കൊണ്ട് കഴിയുന്ന രീതിക്ക് ചെയ്തു കൊടുക്കും. നമ്മളിതിൽ പറ്റ വില കുറച്ച് പറഞ്ഞാലും ആൾക്കാർ വിചാരിക്കുന്നത് എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ, കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിചാരിക്കും. ഇത് നമ്മളെ വണ്ടികളെല്ലാം മാക്സിമം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം ഞാൻ ചെയ്തു കൊടുക്കും. ഓക്കെ. ഒരാൾ ആഗ്രഹിച്ചു വന്നാൽ എനിക്ക് നഷ്ടം കൊടുക്കാത്ത രീതിയിൽ ഞാൻ എന്തായാലും ചെയ്തു കൊടുക്കും. ഓവർ ലാഭമില്ലെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന രീതിക്ക് ഞാൻ ചെയ്തു കൊടുക്കും. പിന്നെ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വണ്ടികളും എൻ്റെ അടുത്തുണ്ട്. എല്ലാ കാറ്റഗറിയും 2 ലക്ഷം തൊട്ട് തുടങ്ങുന്ന എല്ലാ വണ്ടികളും എൻ്റെ അടുത്തുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു പരിമിതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന വണ്ടികളെ ഞാൻ കാണിച്ചിട്ടുള്ളൂ. അതിൽ എല്ലാ വണ്ടികളും ഇപ്പോൾ ടിയാഗോ ആണെങ്കിൽ 4-5 മോഡൽ എൻ്റെ അടുത്തുണ്ട്. വെന്യൂ ഉണ്ട്. പിന്നെ കുറേ വണ്ടികൾ, ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും എൻ്റെ അടുത്തുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാം. SS ഡ്രൈവിലേക്ക്. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ കൂടെ ലൊക്കേഷൻ പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ മാങ്കാവ് തിരുവണ്ണൂർ എന്തായാലും ഗ്രാൻഡ് ബേക്കറിയുടെ ഓപ്പോസിറ്റ് ആണ് SS ഡ്രൈവ്. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ മാക്സിമം ഷെയർ കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. ശ്രദ്ധിക്കുക. താങ്ക് യു. ബൈ.